വിരുന്നുകാരായി വന്ന് പെട്ടെന്ന് വീട്ടുകാരായി മാറിയല്ലടി. തെറ്റ് കണ്ടാ ഞാൻ തിരുത്താൻ ശ്രമിക്കും, അതാര് ചെയ്താലും. ഇതുപോലെ പലരും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നെ. അവരൊന്നേ ഇപ്പൊ ഇല്ല. ആ ഗതി നിനക്കും വരുത്തണം. നിത്യക്കുണ്ടായ അനുഭവം എനിക്കും ഉണ്ടാവുമെന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം? അത് നടക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരെ അളക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്നെ അളക്കാൻ ശ്രമിക്കരുത്. അത് നിന്റെ നാശത്തിലെ കലാശിക്കും. വേണ്ടി വന്ന ഈ നിമിഷം നിന്നെ ഞാൻ തീർക്കും. ധൈര്യം ഉണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിച്ചു നോക്ക്. ഈ പ്രിയ ആരാണെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. എല്ലിന്റെ എണ്ണം കൂടണ്ടെങ്കിൽ പോ നോക്ക്. നീ ഇതുവരെ കണ്ട ബാക്കി പെൺകുട്ടികളെ പോലെ അല്ല ഞാൻ. ഇതെല്ലാം വേറെയാ. പോടാ. കിട്ടൂടി. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ എൻ്റെ കൈ കിട്ടും. ഇതിനുള്ള മറുപടി ഞാൻ അന്ന് പറഞ്ഞോളാം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. സിദ്ധേട്ടനും കൂടി കേൾക്കേണ്ട കാര്യ. അതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറയും. വേറൊന്നുമല്ല, നമ്മുടെ ഡിവോഴ്സിനെ കുറിച്ച്. ഇനി ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതല്ല സിദ്ധേട്ടാ, പ്രേമിച്ച് എന്തായാലും ഇവിടെ ഇല്ല. ഞാനും കൂടി പോയാ നിങ്ങൾ 3 ആണുങ്ങൾ മാത്രമായിട്ട് മാറില്ലേ? മാറിക്കോട്ടെ, അതിന് നിനക്കെന്താ? അല്ല, നിങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലേ? ആ പേടി എന്തായാലും നിനക്ക് വേണ്ട. നീ ഇവിടെ ഉണ്ടാവുമ്പോഴാ എല്ലാം അവതാളത്തിലാവുന്നത്. ഭക്ഷണം മാത്രമല്ല, ജീവിതം പോലും. നീ പോയാ ഈ വീട് പിന്നെ നന്നാവും. എന്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് പഴയതെല്ലാം മറക്കാം സിദ്ധേട്ടാ, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം. ഞാൻ നല്ലൊരു ഭാര്യയായിരിക്കും. സിദ്ധയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലൊരു ഭാര്യ. നിനക്ക് അങ്ങനെ ഒരിക്കലും നല്ലൊരു ഭാര്യ ആവാൻ പറ്റില്ല. പഴയതൊക്കെ മറക്കണമെന്ന് നീ പറഞ്ഞല്ലോ. എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത്? കല്യാണ ദിവസം തന്നെ താലി പൊട്ടിച്ചെന്റെ മുഖത്തേക്ക് എറിഞ്ഞത് ഞാൻ മറക്കണോ? ഒരു തെറ്റും ചെയ്യാത്ത പാവം എന്റെ ചേച്ചിയെ കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കിയത് ഞാൻ മറക്കണോ? ആരുമില്ലാത്ത നേരത്ത് ആ വിഷ്ണു എന്ന് പറയുന്നവന്റെ കൂടെ ഇവിടെ ചെലവഴിച്ചത് ഞാൻ മറക്കണോ? ഏറ്റവും ഒടുവില് എന്റെ ചേച്ചിയെ കാണാതായപ്പോ അതിൽ നീ സന്തോഷിച്ചത് ഞാൻ മറക്കണോ? പറയടി, മറക്കണോന്ന്. അതൊക്കെ മറക്കണമെങ്കിലേ ഞാൻ മരിക്കണം. പുതിയൊരു ജീവിതം തുടങ്ങാന്ന് എത്ര നിസ്സാരമായിട്ടാ നീ അത് പറഞ്ഞത്? എടി, എന്റെ മനസ്സിലിപ്പോഴും ഒരേ ഒരാളേ ഉള്ളൂ. അത് ദേവികയാ. അവളായിരിക്കും ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്. ദേവികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അത് നീ പ്രതീക്ഷിക്കാൻ വേണ്ട. അതുകൊണ്ട് മേലാൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വരരുത്. എനിക്കത് ഇഷ്ടമല്ല.